ഓണം ഒരു ഉത്സവമാണ്. ഉത്സവം എന്നാൽ ഉയർത്തൽ അല്ലെങ്കിൽ ഉത്ഥാനം ചെയ്യുക എന്നെല്ലാമാണ് അർത്ഥം. ഒരു ക്ഷേത്രത്തിലെ ചൈതന്യത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ചൈതന്യ ലോപം സംഭവിക്കുമ്പോൾ ആ ചൈതന്യത്തെ ഉയർത്താൻ ആ ക്ഷേത്രത്തിൽ നടത്തുന്ന ചിട്ടയായ ചടങ്ങിനാണ് ഉത്സവം എന്ന് പറയുന്നത്. ഉത്സവ സമയത്താണ് നമ്മൾ കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നതും നോൺ വെജ് കഴിക്കുന്നതും എല്ലാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും ഒരു ഭക്തൻ ഏറ്റവും ശുദ്ധമായിരിക്കേണ്ട ദിവസമാണ് ഉത്സവ ദിവസം. അത്തരമൊരു ഉത്സവമാണ് ഓണം. ഇവിടെ ക്ഷേത്രം എന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അതിലെ ജീവനാണ് ബലി. ഓരോ ക്ഷേത്രവും ശരീരമാണ്, ഓരോ ജീവനും ബലിയാണ്. വാമനൻ നമ്മുടെ എല്ലാം ആത്മാവാണ്. ആത്മദേവനാണ് വാമനൻ. ആത്മാവെന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേന അർജുന തിഷ്ഠതി എന്നാണ് ഗീത പറയുന്നത്. ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ജീവന്റെയും ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ വസിക്കുന്നു. ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം തന്നെയാണ് ഈശ്വരൻ. മനസ്സാണ് ഒന്നാമത്തെ രാജ്യം. രണ്ടാമത്തെ രാജ്യം ബുദ്ധിയാണ്. ഇത് രണ്ടും സമർപ്പിച്ചു കഴിഞ്ഞ് മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിക്കുമ്പോൾ തല ആണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്ന അഹങ്കാരത്തെയാണ്. ഒരു ജീവൻ തൻ്റെ ഉള്ളിലെ എല്ലാ നിഷേധ വികാരങ്ങളെയും അഹങ്കാരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഈഗോയെയും സർവേശ്വരനായ ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമർപ്പണം സംഭവിക്കുന്നത് യോഗത്തിലൂടെയാണ്, യോഗാഭ്യാസത്തിലൂടെയാണ് അല്ലെങ്കിൽ ധ്യാനത്തിലൂടെയാണ്. അങ്ങനെ എല്ലാം സമർപ്പിക്കുന്ന ജീവൻ മഹാബലിയായി മാറുകയാണ് ചെയ്യുന്നത്. ബലി, അതായത് എല്ലാം ബലി നൽകുന്നയാൾ മഹാബലിയാണ്. അങ്ങനെയുള്ള മഹാബലിയെ ഭഗവാൻ സുതലത്തിലേക്ക് ഉയർത്തി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സുതലം എന്നാൽ സമസ്ഥിതി അല്ലെങ്കിൽ സമാധി, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്. മനസ്സ് ഒരു നിശ്ചല തടാകം പോലെ പ്രശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥ ഒരു ജീവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് യോഗം എന്ന അവസ്ഥ. അങ്ങനെ സമാധി നിലയിൽ പൂർണ്ണമായും നിർവികൽപ്പാവസ്ഥയിൽ എത്തിയ ഒരു ജീവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ നോക്കും. ഇങ്ങനെയാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നൊരവസ്ഥയുണ്ട്. അത് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരും ധ്യാനം ശീലമാക്കുക. ദിവസവും 2 നേരമെങ്കിലും 20 മിനിറ്റ് വീതം ധ്യാനിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ.